വന്ദേമാതരത്തിന്റെ കാര്യത്തില് നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചൊരു കാര്യമുണ്ട്. അതായത് വന്ദേമാതരം എന്ന ആകെയുള്ള ഗാനം അത് മതനിരപേക്ഷതക്ക് ചേരാത്തതാണ്. നമ്മളൊരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ആ മതനിരപേക്ഷതക്ക് ചേരാത്ത ഒരു ഗാനം അതേ രീതിയിൽ ചൊല്ലരുത് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തന്നെ തീരുമാനിച്ചതാണ്. അത് ആദ്യത്തെ ഈരടികൾ ചൊല്ലുന്നതിൽ തെറ്റില്ല. അപ്പൊ ആദ്യത്തെ ഈരടികൾ മാത്രമേ ചൊല്ലേണ്ടതായിട്ടുള്ളൂ എന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് രാജേന്ദ്ര പ്രസാദാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അടക്കം നയം. ആ നയമാണ് കോൺഗ്രസിന്റെ നയമായിട്ടുണ്ടായിരുന്നത്. വ്യത്യാസം വന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം മന്ത്രിസഭാ സത്യപ്രതിജ്ഞയുടെ ഘട്ടത്തിൽ ഈ വന്ദേമാതരം മുഴുവനായിട്ടൊന്ന് ചൊല്ലി. വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലുക എന്നുള്ളത് RSSന്റെ നയമാണ്, RSSന്റെ അജണ്ടയാണ്. അതിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുന്ന അവസ്ഥ ഇവിടുത്തെ ഗവൺമെന്റ് കാണിച്ചു. വ്യാപക വിമർശനം അതിനെതിരെ ഉയർത്തി. ആ വിമർശനം നിലനിൽക്കുകയാണ് ഇപ്പൊ വീണ്ടും വന്ദേമാതരത്തിന്റെ പ്രശ്നം വന്നിട്ടുള്ളത്. ഇപ്പോ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ ദേശീയ ഗാനം മാത്രമല്ല വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലണമെന്ന് പറയുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായ കാര്യമാണ്. അത് RSS നയമാണ്, നമ്മുടെ രാജ്യം അംഗീകരിച്ചതല്ല. ഈ വന്ദേമാതരം ചൊല്ലുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഈരടികൾ മാത്രം ചൊല്ലേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോ എത്ര കണ്ട് RSS അജണ്ടക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതാണ് ഈ വന്ദേമാതരം സത്യപ്രതിജ്ഞാ വേള തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങളിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. ഇപ്പൊ ചെയ്യേണ്ടത് അടിയന്തരമായി ഈ കാര്യം തിരുത്താൻ തയ്യാറാവണം. ഇത് ഇത്തരത്തിൽ ചൊല്ലാൻ പാടില്ല എന്ന നിലപാട് പൊതുവെ സ്വീകരിക്കാനാവണം. ആദ്യത്തെ ഈരടി മാത്രം ചൊല്ലുക, ബാക്കി ദേശീയ ഗാനം ആലപിക്കുന്ന നിലയുണ്ടാവും. ഇതാണ് ആവശ്യമായിട്ടുള്ളത്.